ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന യൂസ് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഹുക്ക് നമ്മുടെ റിയാക്റ്റിനുണ്ട്. അപ്പൊ ആ ഹുക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ യൂസ് സ്റ്റേറ്റ് പഠിച്ച് റിയാക്റ്റിൽ തന്നെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹുക്കാണ് യൂസ് സ്റ്റേറ്റ്. അതേപോലെ തന്നെ റിയാക്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഹുക്കാണ് യൂസ് എഫക്റ്റ്. അപ്പൊ ഈ യൂസ് എഫക്റ്റിന്റെ കാര്യം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ബേസിക് വെബ് ഡെവലപ്മെന്റ് എന്താണെന്നും അതിന്റെ വർക്കിംഗ് എന്താണെന്നുള്ള ഒരു ബേസിക് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് ഇത്തിരി ബെറ്റർ ആയിട്ട് യൂസ് എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാവും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് HTML CSS വരും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഡാറ്റയ്ക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റും കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ആ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടാണ് യൂസ് എഫക്റ്റിന്റെ ഉപയോഗം വരുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പൊ നമ്മൾ ഇവിടെ കമ്പോണൻസ് എന്തായാലും ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. കൗണ്ടർ എന്നാണ് കൗണ്ടർ നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ഇതിന്റെ അകത്ത് നമ്മൾ വേണ്ട വാല്യൂ എൻ്റർ ചെയ്യുന്നു, അത് താഴെ വരുന്നു. പിന്നെ ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ വാല്യൂ കൂടുന്നു. അന്നുണ്ടാക്കിയ കൗണ്ടറാണ് യൂസ് സ്റ്റേറ്റിന് വേണ്ടി. അപ്പൊ യൂസ് എഫക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം, അതിന്റെ കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഇതൊന്ന് ഹൈഡ് ചെയ്യാണ്. ഓക്കെ, ഈ ഫംഗ്ഷൻ കിടക്കട്ടെ. യൂസ് എഫക്റ്റ് നമ്മൾ റിയാക്ട് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. യൂസ് എഫക്റ്റ് ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ യൂസ് എഫക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ രീതിയിൽ ആദ്യം യൂസ് എഫക്റ്റ് വിളിച്ച് അതിന്റെ അകത്ത് ഒരു ആരോ ഫംഗ്ഷൻ എഴുതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന യൂസ് എഫക്റ്റ് ഉപയോഗിക്കുന്ന. ഇവിടെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്, ഒരു അറേ പോലെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അതിന്റെ ഉപയോഗം എന്താണെന്നുള്ളതെല്ലാം ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ യൂസ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അപ്പൊ ഈ ഓരോ കമ്പോണൻസ് നമ്മൾ വിളിച്ച് ലോഡ് ചെയ്യുമ്പോഴാണ് ആ വെബ് പേജ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ലോഡ് ആവുന്നത്. അപ്പൊ ഓരോ പേജും ഓരോ കമ്പോണൻസും ഇപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ ഫീച്ചർ ഉണ്ട്. ഫീച്ചർ ഒരു കമ്പോണന്റ് ആണ്. ഓക്കെ, അതുപോലെ മെയിൻ ആയിട്ട് ഇപ്പൊ AppJSX എന്ന് പറഞ്ഞ കമ്പോണന്റ് എടുത്തേക്കുന്നത്. ഈ കമ്പോണന്റ് ലോഡ് ആവുന്ന സമയത്ത് ഒരു കോഡ് എക്സിക്യൂട്ട് ആവണം. അതായത് ഇപ്പൊ HTML CSS ലോഡായി കഴിഞ്ഞ് കമ്പോണന്റിന്റെ HTML CSS ലോഡായി കഴിഞ്ഞ് സെർവറിലോട്ട് റിക്വസ്റ്റ് പോകണം യൂസറിന്റെ ഡാറ്റ എടുക്കാൻ, അല്ലെങ്കിൽ സെർവറിലോട്ട് റിക്വസ്റ്റ് പോകണം നമുക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി. അപ്പൊ അങ്ങനത്തെ കേസ് ഉണ്ട്. പേജ് ലോഡായി കഴിഞ്ഞ് ഒരു റിക്വസ്റ്റ്, അടുത്തൊരു റിക്വസ്റ്റ് നമുക്ക് ഉടനെ പോകണം. അങ്ങനത്തെ റിക്വസ്റ്റ് നമ്മൾ എഴുതുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ കമ്പോണന്റ് ലോഡ് ആകുമ്പോൾ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് പോകണം, അങ്ങനെ ഒരു പർപ്പസിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്ന യൂസ് എഫക്റ്റ് ഉപയോഗിക്കുന്ന. അതായത് ഞാനിപ്പോ ഒരു ഫംഗ്ഷൻ എഴുതിയാണ്, ഗെറ്റ് പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് റിട്ടേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഞാനൊരു വേരിയബിളിന്റെ അകത്ത് അറേ എന്ന് എഴുതി, ആ അറേന്റെ അകത്ത് ഞാനൊരു ഒബ്ജക്റ്റ് ആയിട്ട് ആപ്പിൾ എന്ന് കൊടുത്ത്, അതുപോലെ തന്നെ ഞാൻ പ്രൈസ് 100 രൂപ പ്രൈസ് ആപ്പിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, ഒരു എക്സാമ്പിൾ പ്രൊഡക്റ്റ് റെസ്പോൺസ് ഞാൻ ഉണ്ടാക്കിയാണ്, ഡമ്മി ഉണ്ടാക്കിയാണ്. ഓറഞ്ച് കൊടുത്തു, ഓറഞ്ച് 200 രൂപ. അപ്പൊ നമുക്ക് വെബ്സൈറ്റ് ലോഡ് ആവുന്ന സമയത്ത് ആ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു AppJS എന്ന് പറഞ്ഞ കമ്പോണന്റ് ലോഡ് ആവുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ അറേ ഓഫ് ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടണം. ഞാൻ കൺസോളിൽ അറേന്ന് കൊടുത്ത്. ഓക്കെ, ഇപ്പോ ഞാൻ ഇൻസ്പെക്ട് ചെയ്തു. കൺസോളിന്റെ അകത്ത് നമുക്കുള്ള അറേ ഒന്നും വന്നിട്ടില്ല. അതേസമയം ഞാൻ ഇവിടെ ഗെറ്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞേക്കുന്ന ആ ഒരു ഫംഗ്ഷൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്ക് വേണ്ട ആ അറേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ 2 വട്ടം ലോഡ് ആയത് അത് ഇതിന്റെ അകത്ത് നമ്മളിവിടെ സ്ട്രിക്റ്റ് മോഡിൽ ഇട്ടേക്കുന്നത് കൊണ്ടാണ്. ഇതിപ്പോ 2 വട്ടം, നമ്മൾ 1 വട്ടമല്ലേ കൊടുത്തിട്ടുള്ളൂ, 2 വട്ടം ലോഡ് ആയത് നമ്മളിവിടെ പറഞ്ഞാൽ മെയിൻ JSXന്റെ അകത്ത് ഈ സ്ട്രിക്റ്റ് മോഡ് ഇട്ടിരിക്കുന്നുണ്ട്. നമ്മൾ കമ്പോണന്റ് റീ റെൻഡർ ആവും, 2 വട്ടം റെൻഡർ ആവും. ഒരേ ഫംഗ്ഷൻ 2 വട്ടം റെൻഡർ ആവും. അതാകുമ്പോൾ റെൻഡറിൽ മിസ്റ്റേക്ക് വരുന്നതിരിക്കുന്നതിനാണ് സ്ട്രിക്റ്റ് മോഡ് ഇട്ടേക്കുന്നത്. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ 1 വട്ടം മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു ഫംഗ്ഷൻ കോൾ ആവത്തുള്ളൂ. ഓക്കെ, നമുക്ക് യൂസ് എഫക്റ്റ് പഠിക്കാം.
ഇപ്പൊ എന്താണ് നമ്മളെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ലോഡ് ആവുന്ന സമയത്ത് ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എടുക്കണം, അല്ലെങ്കിൽ ഫങ്ഷൻ ലൈക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ചെക്കിംഗ് കംപ്ലീറ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ വലിയ രീതിയിൽ കോഡ് എഴുതുന്നില്ല, നിങ്ങൾക്ക് ആ ലോജിക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പേജ് ആപ്പ് JSX എന്ന് പറഞ്ഞ പേജ് ലോഡ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, പ്രൊഡക്ട്സിന്റെ ഡാറ്റയും കിട്ടണം. ഒരു കാര്യം ചെക്ക് ചെയ്യണം. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, എന്ത് ചെയ്യണം, ആ നമ്മൾ യൂസ് എഫക്റ്റിന്റെ അകത്ത് കൊടുത്തു. ഞാൻ റീലോഡ് ചെയ്യുകയാണ്. ഓക്കെ, ആദ്യത്തെ അറയും വന്ന് ചെക്കിംഗ് കംപ്ലീറ്റ് ആയി. ആദ്യത്തെ അറയെ ചെക്കിംഗ് കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്താണ്, ഒരു പേജ് ലോഡ് ആവുമ്പം ഇപ്പൊ ലൈക്ക് ഒരു ഡൈനാമിക് സൈറ്റ്, നിങ്ങൾ ആ വെബ് ഡെവലപ്മെന്റ് ബേസിക്സ് ഒരു വീഡിയോ ഇട്ടുണ്ട്, അത് തീർച്ചയായും കാണാം. അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്തേക്കാം. അതായത് ഒരു ഡൈനാമിക് സൈറ്റിന്റെ അകത്ത് ചിലപ്പം ഓരോ പേജ്, ഇപ്പൊ ബ്ലോഗ് പേജ് ലോഡ് ആവുമ്പോൾ എന്ത് ചെയ്യണം, ആ ലോഡ് ആയി കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ചിലപ്പം ബ്ലോഗിലേക്ക് കൊണ്ട് ഡാറ്റാബേസിലോട്ട് റിക്വസ്റ്റ് കൊടുക്കണം. ആ ഡാറ്റ നമുക്ക് എടുക്കാൻ റിക്വസ്റ്റ് കൊടുക്കണം. റിക്വസ്റ്റ് എങ്ങനെ കൊടുക്കും, ആ കാര്യമൊക്കെ അടുത്തടുത്ത വീഡിയോ ഞാൻ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ആ ഒരു പർപ്പസ്, ആ ഒരു യൂസ് കേസ് നിങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് ഡാറ്റയ്ക്ക് റിക്വസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ യൂസർ ഒതന്റിക്കേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ യൂസർ ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ അങ്ങനത്തെയൊക്കെ പർപ്പസ് നമുക്ക് ആ ലോഡ് ആവുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ യൂസ് എഫക്റ്റ് ഉപയോഗിക്കുന്ന. ഇവിടെ റിട്ടേൺ കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ഈ റിട്ടേൺ, അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ആ പർപ്പസ് പറഞ്ഞത്, അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഗെറ്റ് പ്രൊഡക്ട്സ് എടുത്ത് എന്ത് ചെയ്തു, നിങ്ങളിപ്പോ ഒരു അറയിലോട്ട് സ്റ്റോർ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ സ്റ്റോറേജ് ഉണ്ടല്ലോ. ഞാൻ ജാവാസ്ക്രിപ്റ്റിന്റെ വീഡിയോ പറഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിന്റെ അകത്ത് എന്താണ് ലോക്കൽ സ്റ്റോറേജ് ഉണ്ട്, ആപ്ലിക്കേഷൻ. ഓക്കെ, ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ, നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന്റെ വീഡിയോയിൽ ഞാൻ ലോക്കൽ സ്റ്റോറേജ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് ഇപ്പം ടോക്കൺ ആയിട്ടൊക്കെ സ്റ്റോർ ചെയ്തേക്കുന്നുണ്ട്. ടോക്കൺ എന്ന് പറഞ്ഞാൽ ഒരു യൂസറിന്റെ ഡീറ്റെയിൽസ് ടോക്കൺ ആയിട്ടൊക്കെ നമ്മൾ സെഷന്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത്, ചിലപ്പോൾ ലോക്കൽ സ്റ്റോറേജിന്റെ അകത്ത് സ്റ്റോർ ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പൊ ആ ഒരു പർപ്പസ് കൂട്ടണം. അപ്പൊ ഇങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു പേജ് ക്ലോസ് ചെയ്യുമ്പോൾ ഒഴിവാക്കണം. ഇപ്പൊ നിങ്ങൾ എന്താണ്, ഒരു വെബ്സൈറ്റിന്റെ അകത്ത് ഹോം ഉണ്ട്, അതുപോലെ തന്നെ കാർട്ട് പേജ് ഉണ്ട്, പിന്നെ ഓർഡേഴ്സ് പേജ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പേജ് ഉണ്ട്. ഓരോ പ്രൊഡക്റ്റിനും വേണ്ട പേജുകളുണ്ട്. അപ്പോൾ ഓരോ പേജിലും വരുമ്പോൾ നമ്മൾ കുറേ ഡാറ്റ ലോഡ് ചെയ്ത് നമ്മൾ എന്താണ് ലോക്കൽ സ്റ്റോറേജിലോട്ട് അല്ലെങ്കിൽ അറയിലോട്ട് മാറ്റി വെക്കും. ആ പേജ് ക്ലോസ് ചെയ്യുമ്പം ആ ഡാറ്റ നമ്മൾ എന്താണ് വെച്ചുകൊണ്ടിരുന്ന നമ്മളെ യൂസറിന്റെ മൊബൈലിലെ റാമിന്റെ മെമ്മറി എന്ത് ചെയ്യും, ആ വെബ്സൈറ്റ് ഒരുപാട് എടുക്കും. അപ്പൊ എന്ത് പറ്റും, യൂസറിന്റെ മൊബൈൽ ഹാങ് ആവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആ പേജ് ക്ലോസ് ചെയ്യുന്ന സമയത്ത്, ആ ഒപ്പം ലോഡായി വന്ന പേജ് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ഇരുന്ന ഡാറ്റ നമുക്ക് എന്താണ് ക്ലിയർ ചെയ്യണം. ഞാനിവിടെ ഇപ്പൊ ലെറ്റ് അറേ കൊടുത്തിട്ടുണ്ട്. ഈ അറേനാണ് ഞാൻ ഇവിടെ വിളിച്ചു കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, ഈ അറയിലോട്ട് വരുന്ന ഡാറ്റ എടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്യും. ഒരു എക്സാമ്പിൾ കേസ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്താണ്, ഈ പേജ് ഇപ്പൊ ആപ്പ് JSX എന്ന് പറയുന്ന മെയിൻ പേജ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പേജ് ആയിട്ട് നിങ്ങൾ കൂട്ടണം. ഇതൊരു പ്രൊഡക്റ്റ് പേജ് ആണ്. ഈ പ്രൊഡക്റ്റ് പേജ് ക്ലോസ് ആവുമ്പം ഈ അറയിൽ എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ റാം മെമ്മറിയിലാണ്. അപ്പൊ എന്താണ്, ഈ അറയിലുള്ള ഡാറ്റ അങ്ങ് ക്ലിയർ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അറേ എന്താണ് എം ടി ആക്കും. ആ അറയുടെ വാല്യൂ ഈ വാല്യൂ മാറ്റി നമ്മൾ എം ടി ആക്കി മാറ്റും. ഇതൊരു എക്സാമ്പിൾ കേസാണ്. അപ്പൊ ഈ രീതിയിൽ നമ്മളിപ്പം ഒരു കമ്പോണന്റ് ലോഡ് ചെയ്ത് ആ കമ്പോണന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്ത് വേറെ കമ്പോണന്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് ആ നിലവിലുള്ള കമ്പോണന്റിന്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ എല്ലാം ക്ലിയർ ചെയ്ത് ആ യൂസറിന്റെ മൊബൈലിന്റെ മെമ്മറി ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ റിട്ടേണിന്റെ അകത്ത് എഴുതുന്നത്. അതായത് റിട്ടേണിന്റെ അകത്ത് എഴുതുന്നത് യൂസ് എഫക്റ്റിന്റെ മെയിൻ ഫംഗ്ഷന്റെ അകത്ത് എഴുതുന്നത് ആ പേജ് ലോഡ് ആവുമ്പോൾ നമ്മൾ എന്ത് ഫംഗ്ഷൻ വിളിക്കണം, ആ പേജ് ലോഡ് ആവുന്ന സമയത്ത് എന്തെങ്കിലും ഫംഗ്ഷൻ, ഇപ്പൊ പ്രൊഡക്റ്റ് ഗെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ യൂസർ ഒതന്റിക്കേറ്റ് ആണോ ചെക്ക് ചെയ്യാനുള്ള ഫംഗ്ഷൻ വിളിക്കുന്നത് ഇവിടെ ആയിരിക്കണം. ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എടുത്ത് സ്റ്റോർ ചെയ്ത് ഇപ്പൊ ലോക്കൽ സ്റ്റോറേജിലോ, അതൊരു നല്ല കേസ് അല്ല, ഒരു എക്സാമ്പിൾ കേസാണ് പറയുന്നത്. ഇപ്പൊ ലോക്കൽ സ്റ്റോറേജിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഈ പേജ് യൂസർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ലോക്കൽ സ്റ്റോറേജിന് എന്ത് ചെയ്യണം, ആ ഡാറ്റ ഒഴിവാക്കണം. അല്ലെങ്കിൽ ആ പേജ്, ആ കമ്പോണന്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് നടക്കണമെന്നുള്ളത് നമ്മൾ ഈ റിട്ടേണിന്റെ അകത്ത് എഴുതി വെക്കണം. ആ പേജ് ലോഡ് ആവുന്ന സമയത്ത് എന്ത് നടക്കണമെന്നുള്ളത് നമ്മൾ യൂസർ എഫക്റ്റിന്റെ അകത്ത് എഴുതണം. ആ പേജ് ക്ലോസ് ആവുന്ന സമയത്ത് എന്ത് നടക്കണമെന്നുള്ളത് അറേന്റെ നമ്മൾ എന്ത് ചെയ്യണം, ഈ റിട്ടേണിന്റെ അകത്ത് എഴുതി വെക്കണം.
ഇവിടെ ഈ അറേ നമ്മൾ ഡിപ്പെൻഡൻസി അറേ എന്നാണ് പറയുന്നത്. അതിന്റെ വർക്കിംഗ് ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു യൂസ് എഫക്റ്റ് ക്ലോസ് ചെയ്തേക്കാണ്. നമുക്കിവിടെ ഇൻക്രീസ് ഡിക്രീസ് എന്ന ഫംഗ്ഷൻ ഉണ്ട്, അറേ ഉണ്ട്, മറ്റു കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഒരു യൂസ് സ്റ്റേറ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ സ്റ്റേറ്റിന്റെ അകത്ത് വാല്യൂ മാറുമ്പം എന്ത് ചെയ്യണം, നമുക്കൊരു ഫംഗ്ഷൻ റൺ ചെയ്യണം. അല്ലെങ്കിൽ ആ സ്റ്റേറ്റിന്റെ അകത്ത് ഒരു മാറ്റം വരുമ്പം നമുക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു കാര്യം റൺ ആവണം. അതിനാണ് നമ്മൾ ഈ ഡിപ്പെൻഡൻസീസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടെ കൗണ്ട് എന്ന് കൊടുത്തു. കൗണ്ട് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ വീണ്ടും ഈ ഒരു കൗണ്ടറിന്റെ ആ കോഡ് ഞാൻ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ വരുത്തുകയാണ്. ഓക്കെ, ഇപ്പൊ കൗണ്ടർ എന്താണ് വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഓരോ വട്ടവും കൗണ്ടറിലെ വാല്യൂ മാറുമ്പം നമുക്കൊരു ഫംഗ്ഷൻ റൺ ആവണം. ഓക്കെ, ഞാൻ ഇവിടെ എഴുതുകയാണ് ലോഗ്. ഈ രീതിയിൽ ഞാൻ ലൈക്ക് ഈ ഒരു മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ലൈക്ക് സ്ട്രിങ് പാസ് ചെയ്യുന്ന വേരിയബിൾ ആഡ് ചെയ്യുന്നവർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലൈക്ക് അതാ ജാവാസ്ക്രിപ്റ്റിന്റെ വീഡിയോ കാണാത്തവർ ദയവ് ഇത് ജാവാസ്ക്രിപ്റ്റിന്റെ വീഡിയോ കാണാത്തവര് റിയാക്ട് പഠിക്കാൻ വരരുത്. ആ വീഡിയോ മുഴുവൻ കണ്ട് ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾക്ക് നല്ല തറവായാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾക്ക് റിയാക്ട് ആയാലും നെക്സ്റ്റ് ഡേയ്സ് ആയാലും ഇനി വരുന്ന ഏത് പുതിയ ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. നമ്മൾ എന്താണ് ഒരു ബാക്ടിക്കിന്റെ അകത്ത് ഞാൻ എഴുതുകയാണ് കൗണ്ടർ വാല്യൂ എന്നിട്ട് ഡോളർ എന്നിട്ടൊരു കർലി ബ്രാക്കറ്റ്. ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട വേരിയബിൾ അല്ലെങ്കിൽ ആ ഒരു വേരിയബിളിനെ വിളിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ കഴിയും. ബാക്ടിക്കിന്റെ അകത്ത് നമുക്ക് ഈ ഒരു ഇത് ടെംപ്ലേറ്റ് ഒരു പേരാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു സ്ട്രിങ്ങിന്റെ അകത്ത് വേരിയബിൾ പാസ് ചെയ്യാൻ പറ്റും. വേറെ മെത്തേഡും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുമ്പ് ചെയ്തോണ്ട് ഈ രീതിയിലാണ് കൗണ്ടർ വാല്യൂ ഈ രീതിയിൽ കൊടുത്തിട്ട് ഒരു പ്ലസ് ഇട്ടിട്ട് കൗണ്ടർ എന്ന് വിളിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ രണ്ട് രീതി നോക്കാം. പക്ഷെ പുതിയ മെത്തേഡ് ഈ രീതിയിലാണ് എല്ലാവരും ചെയ്യുന്നത്. ഇതാണ് ഒരു എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതും മനസ്സിലാക്കാൻ പറ്റുന്നതും. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നു ഈ കൗണ്ടർ എന്ന് പറയുന്ന വേരിയബിളിന് എന്തെങ്കിലും മാറ്റം, വാല്യൂ അപ്ഡേറ്റ് ആവുക, എന്ത് മാറ്റം വന്നാലും വാല്യൂസ് അപ്ഡേറ്റ് ആവുന്ന സമയത്ത് അതിനകത്തുള്ള ഓരോ വാല്യൂ മാറുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ, ഇതൊരു എക്സാമ്പിൾ കേസ് ഫംഗ്ഷൻ ആണ്. ഇവിടെ നമുക്ക് എത്ര വലിയ കോഡ് വേണോ എഴുതാം, അല്ലെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം, എന്തും എഴുതാം. ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ലൈക്ക് ഇൻക്രീസിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, താഴെ ഇവിടെ വാല്യൂ വന്നിട്ടുണ്ട് ഇൻക്രീസ്. വീണ്ടും ക്ലിക്ക് ചെയ്തു, കൗണ്ടർ വാല്യൂ 2 3 4 5 6 7. ഓക്കെ, എന്താണ് ആ രീതിയിൽ എന്താണ് നമ്മൾ യൂസ് എഫക്റ്റിന്റെ അകത്ത് നമ്മൾ ആ കൗണ്ടർ വിളിച്ചു കൊടുത്തപ്പോൾ എന്താണ്, ഈ കൗണ്ടറിന്റെ അകത്ത് എന്ത് മാറ്റം വന്നാലും കൗണ്ടറിന്റെ വാല്യൂവിൽ മാറ്റം വരുന്ന സമയത്ത് കൗണ്ടറിന്റെ വാല്യൂവിൽ മാറ്റം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ യൂസ് എഫക്റ്റിന്റെ അകത്ത് എഴുതിയേക്കുന്ന കോഡ് എക്സിക്യൂട്ട് ആവും, അത് റണ്ണായി, അത് വർക്ക് ആവും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് എഫക്റ്റിന്റെ അകത്ത് ഡിപ്പെൻഡൻസി കൊടുത്തത്. നമ്മൾ ഇതിലൊന്നും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പേജ് ലോഡ് ആവുമ്പോൾ റൺ ചെയ്യാനുള്ള കോഡ് റൺ ആവും. നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരു യൂസ് എഫക്റ്റ് അല്ല, എത്ര യൂസ് എഫക്റ്റ് വേണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒരെണ്ണം മാത്രമല്ല. ലൈക്ക് അതായത് ഇപ്പൊ ലോഡായി എന്ത് ചെയ്തു, ആദ്യം തന്നെ എന്താണ് നമ്മൾ കൗണ്ടറിന്റെ ആദ്യത്തെ വാല്യൂ ഡിസ്പ്ലേ ആവും. യൂസ് എഫക്റ്റ് ഫംഗ്ഷന്റെ അകത്ത് നമ്മളൊരു കോഡ് എഴുതി കഴിഞ്ഞാൽ ആ പേജ് ലോഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് ലൈക്ക് ലോഡാവും. നമ്മുടെ കൗണ്ടർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും യൂസ് എഫക്റ്റിൽ വിളിച്ചു ഗെറ്റ് പ്രൊഡക്ട്സും ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തു, എന്നിട്ട് അതിന്റെ വാല്യൂ പ്രിന്റ് ആയി. അതേപോലെ കൗണ്ടർ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൗണ്ടറിന്റെ ആദ്യത്തെ വാല്യൂ എന്താണെന്ന് ഇനിഷ്യലി എന്താണ് പ്രിന്റ് ആവും. ഞാൻ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കൗണ്ടറിന്റെ അകത്ത് വരുന്ന മാറ്റങ്ങൾ ആ യൂസ് എഫക്റ്റ് കാണിച്ചുകൊണ്ടിരിക്കും.
നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ രീതി നമുക്ക് യൂസ് എഫക്റ്റിന്റെ ഒരുപാട് ഉപയോഗങ്ങൾ നമ്മളിപ്പം നാളത്തെ വീഡിയോയിൽ യൂസ് കോണ്ടക്സ് എന്ന് പറഞ്ഞൊരു ഹുക്കും കൂടെ ഉണ്ട്. ആ ഹുക്കും കൂടെ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പിന്നെ ഓരോ പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഹോം, എബൌട്ട് അങ്ങനെ പേജ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോ പേജ് ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ ചെറിയ പ്രൊജക്റ്റ് വഴി ലൈക്ക് എപ്പോഴും നമ്മൾ ഏത് ടൂളായാലും ഏത് കോഡിങ്ങിന്റെ ടോപ്പിക് ആണെങ്കിലും നമ്മൾ ആദ്യം ബേസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രൊജക്റ്റ് ചെയ്ത് ലോജിക്കും അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പൊ യൂസ് എഫക്റ്റിന്റെ ഉപയോഗം നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. യൂസ് എഫക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേജ്, ഒരു കമ്പോണന്റ് ലോഡ് ആവുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഫീച്ചർ എന്ന് പറഞ്ഞ് ഈ കമ്പോണന്റ് ലോഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒരു കോഡ് റൺ ആവണം, ഒരു ഫംഗ്ഷൻ റൺ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് എഫക്റ്റിന്റെ അകത്ത് ആ ഫംഗ്ഷൻ വിളിച്ചു കൊടുത്താൽ മതി. അതേസമയം ആ ഫംഗ്ഷൻ നമ്മളിപ്പോ ആ ഒരു കമ്പോണന്റ് ക്ലോസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ എന്താണ് പ്രൊഡക്റ്റ് പേജ് കഴിഞ്ഞ് ഓർഡർ പേജിലോട്ട് പോകുന്ന സമയത്ത് ആ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ ചെയ്തേക്കുന്ന എന്ത് ചെയ്യണം, അത് എംപ്റ്റി ആക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് നമ്മുടെ മൊബൈലിന്റെ റാം കൊടുത്തേ പറ്റും. അപ്പൊ മൊബൈൽ ഹാങ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം എന്താണ് ഈ കമ്പോണന്റ് ഇപ്പൊ നമ്മൾ ലോഡ് ചെയ്ത ആപ്പ്.js എന്ന കമ്പോണന്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് റൗട്ടർ നമുക്ക് മനസ്സിലാവുന്നതിന് ഇപ്പൊ എന്താണ് ഞാൻ പറയണേ, ആ ഒരു പേജ് ക്ലോസ് ആവുന്ന സമയത്ത് ആ കമ്പോണന്റ് ക്ലോസ് ആവുന്ന സമയത്ത് എന്ത് ഫംഗ്ഷൻ ആ ഒരു ഡാറ്റ ക്ലിയർ ആവണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം റൺ ആവണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ റിട്ടേണിന്റെ അകത്ത് എഴുതി വെക്കുന്നു. ഈ ഡിപ്പെൻഡൻസി അറേഞ്ച് അകത്ത് നമ്മൾ ആ കമ്പോണന്റ് അകത്ത് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു. ആ വേരിയബിളിന് എന്ത് മാറ്റം വരും ഒരു കോഡ് റൺ ആവണം. ആ വേരിയബിളിന്റെ അകത്ത് പുതിയ ഡാറ്റ വരുമ്പോഴോ ഡാറ്റ ഡിലീറ്റ് ചെയ്യുമ്പോഴോ ഡാറ്റ എഡിറ്റ് ചെയ്യുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴും ഒരു കോഡ് റൺ ആവണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഡിപ്പെൻഡൻസിന്റെ അകത്ത് കൊടുക്കാം. ഡിപ്പെൻഡൻസിന്റെ അകത്ത് ഒരു വേരിയബിൾ അല്ല, നമുക്ക് എത്ര വേരിയബിൾ വേണമെങ്കിലും വിളിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മിന് മാറ്റം വന്നാലും കൗണ്ടിന് മാറ്റം വന്നാലും ഈ യൂസ് എഫക്റ്റ് ഒരേപോലെ വർക്കാവും, ഒരേ കോഡ് തന്നെ റൺ ആവും. ഓക്കെ, അപ്പൊ ഇതാണ് യൂസ് എഫക്റ്റിന്റെ ഉപയോഗം. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, ഞാൻ ഡിസ്കോഡ് സെർവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡിസ്കോഡ് സെർവറിന്റെ അകത്ത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ചോദിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ലോജിക്ക് മനസ്സിലായാൽ മാത്രം മതി. ലോഡ് ചെയ്യുമ്പോൾ റൺ ആവാനുള്ള ഫംഗ്ഷൻ ഇവിടെ എഴുതുന്നു, ആ കമ്പോണന്റ് ക്ലോസ് ചെയ്യുമ്പോഴുള്ള ഫംഗ്ഷൻ ഇവിടെ എഴുതുന്നു. ഏതെങ്കിലും കമ്പോണന്റിന്റെ അകത്ത് ഒരു വേരിയബിൾ, ഒരു സ്റ്റേറ്റിന്റെ അകത്ത് മാറ്റങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും കോഡ് റൺ ആവണമെന്നുണ്ടെങ്കിൽ ആ കോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഇവിടെ എഴുതി ഈ യൂസ് എഫക്റ്റിന്റെ അകത്ത് നമ്മൾ എഴുതുന്നു. ആ ഡിപ്പെൻഡൻസിനെ വിളിച്ച് കൊടുത്താൽ മതി, ആ സ്റ്റേറ്റിനെ വിളിച്ച് കൊടുത്താൽ മതി. ഒരു സ്റ്റേറ്റ് അല്ല, എത്ര സ്റ്റേറ്റ് വേണമെങ്കിലും നമുക്ക് ആഡ് ആവാം. ആ സ്റ്റേറ്റ് ഈ സ്റ്റേറ്റിന് എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ, ആ വേരിയബിളിന് എന്തെങ്കിലും മാറ്റം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോഡ് നമുക്ക് റണ്ണ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി സേവ് ആവുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പർപ്പസിന് നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ ഇത്രയുള്ള യൂസ് എഫക്റ്റിന്റെ ഉപയോഗം. അതുപോലെ തന്നെ വീഡിയോ ആണെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ആണ് എനിക്കൊരു സപ്പോർട്ട് കിട്ടുന്നത്. ഡൗട്ടുകളെല്ലാം നിങ്ങൾക്ക് ഡിസ്കോഡ് സെർവറിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ബൈ.